നമസ്കാരം. സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആൾക്കോ മറ്റുള്ളവർക്കോ പണം ഉപകരിക്കാത്ത ഒരവസ്ഥയിലാവുക, ഉണ്ടെങ്കിലും ഇല്ല എന്ന സ്ഥിതി വളരെ വിചിത്രമാണത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? പണത്തിൻ്റെ കുറ്റം കൊണ്ടാണോ, അതോ സമ്പാദിച്ചവൻ്റെ കുറ്റം കൊണ്ടാണോ? അതുമല്ല, ആ പണം കൈകാര്യം ചെയ്യുന്നവൻ്റെ കുറ്റം കൊണ്ടാണോ? സംസ്കാരമുള്ളവർക്ക് മാത്രമേ പണം കൊണ്ട് പ്രയോജനമുള്ളൂ. എവിടെയൊക്കെ വിൽക്കാൻ വെച്ച സ്ഥലമുണ്ടോ അവിടെയൊക്കെ പണം സമ്പാദിച്ച് കൂട്ടിയിരിക്കുക. പക്ഷെ ചില്ലിക്കാശ് പോലും ഉണ്ണാൻ, അതായത് സ്വന്തം ആവശ്യം നിറവേറ്റാൻ അത് ചിലവഴിക്കുകയുമില്ല. അങ്ങനെയുള്ള പിശുക്കൻ ഉള്ളവനായാലും ദരിദ്രനാണ്, ജീവിച്ചിരുന്നാലും മരിച്ചവർ തന്നെ. ആ പണം കൊണ്ട് അവനോ അന്യർക്കോ എന്താണൊരു പ്രയോജനം? അവൻ്റെ സമ്പാദ്യം വെറും പാഴ്വേല മാത്രമാണ്. എല്ലാം പണം തന്നെയാണ്. പണമല്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല. പണമുണ്ടെങ്കിൽ സകലതും നേടിയെടുക്കാം, എല്ലാറ്റിൻ്റെയും മേലെ ആധിപത്യം സ്ഥാപിക്കാം, മഹത്വവും സ്ഥാനമാനങ്ങളും വിലയ്ക്ക് വാങ്ങാം, പ്രതിഭയ്ക്ക് വരെ വില പറയാം. എന്നിങ്ങനെയൊക്കെ കരുതി രാവും പകലും പണം ചേർത്ത് വെക്കുകയും അന്യൻ്റെ ദുഃഖപരിഹാരത്തിനോ സ്വന്തം ആവശ്യത്തിനോ തന്നെയോ അതിൽ ഒരംശം പോലും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ലുപ്തൻ്റെ ഗതി എന്തായിരിക്കും? പൈശാചികമായ പുനർജന്മങ്ങളാണ് അവരുണ്ടാവുക. പണം സമ്പാദിച്ച് കൂട്ടുക എന്ന ഒരേ ഒരു ലക്ഷ്യം അറുത്ത കൈക്ക് ഉപ്പു തേക്കാത്ത ലോകം ഉദാഹരണമാണ്. ദാനശീലനാണ് എന്നൊക്കെ അറിയപ്പെടുന്ന കീർത്തി വേണ്ടേ വേണ്ട. കാരണം കീർത്തിയേക്കാളും വലുതാണ് പണം എന്ന മൂഢവിചാരം. അങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അവർ ഈ ഭൂമിക്ക് ഒഴിയാത്ത ഭാരം മാത്രമാണ്. ആവശ്യത്തിലധികം പണം കൂട്ടിവെച്ചിട്ടുണ്ട്, പക്ഷേ ചില്ലിക്കാശ് പോലും മറ്റുള്ളവരുടെ ദുഃഖപരിഹാരത്തിനായി വിട്ടുകൊടുക്കുകയില്ല. മരിക്കുന്നത് വരെ ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ സകലരുടെയും അപ്രീതിക്ക് പാത്രമായി ജീവിക്കുന്നവൻ മരണശേഷവും ഇവിടെ എന്തൊരു സ്മരണയാണ് അവശേഷിപ്പിക്കുന്നത്? ഒന്നുമില്ല. അത്രയും ഭാരം ഭൂമിക്ക് കുറഞ്ഞു കിട്ടും. പണമെന്ന് പറയുന്നത് നേടേണ്ടത് തന്നെ, അത് നൽകുവാൻ കൂടിയുള്ളതാണ്. അങ്ങനെ നേടിയും നൽകിയും ഉണ്ണാത്ത അനുഭവിക്കാത്ത പണം എത്ര കോടി ഉണ്ടായിരുന്നാലും വിഫലമാണ്. ഫലത്തിൽ ദാരിദ്ര്യം തന്നെയാണല്ലോ അപ്പോഴും. സ്വരൂപിച്ച് കിട്ടിയ പണത്തിൽ നിന്ന് ചില്ലിക്കാശ് പോലും സ്വന്തം ആവശ്യത്തിന് എടുക്കുകയില്ല. എപ്പോഴും ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ അർഹതയുള്ളവർക്ക് വല്ലതും നൽകി സന്തോഷവും പുണ്യവും അനുഭവിക്കുകയോ അതുമില്ല. ദാനമെന്ന് കേട്ടാൽ കൈ അറിയാതെ പിന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരുവൻ അവൻ്റെ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറാരോഗം തന്നെയായിരിക്കും. ആ രോഗം കൊണ്ട് തന്നെ അവൻ്റെ സമ്പത്ത് അകാലത്തിൽ നശിക്കുകയും ചെയ്യും. അതിസുന്ദരിയും അതീവ ഗുണവതിയുമായ കന്യകയെ യഥാകാലം കന്യാദാനം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതു മൂലം തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് വീട്ടിലിരുന്ന് കന്യകയായി തന്നെ വാർദ്ധക്യം പ്രാപിക്കേണ്ടി വന്നാലോ? അങ്ങനെയുള്ളവരുടെ
അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അർഹനായ ഒരാൾക്ക് യഥാകാലം ദാനം ചെയ്യാത്ത വൃദ്ധൻ്റെ സമ്പത്തും ആ വൃദ്ധ കന്യകയെ പോലെ നിഷ്പ്രയോജനമായി പോകും. അവിടെ കുറ്റം പണത്തിൻ്റെയല്ല, ആദ്യഭാഗത്തെ കുറ്റം കന്യകയുടേതല്ലാത്തതുപോലെ സഹജീവികളുടെ ദുഃഖത്തിൽ അലിയാത്ത ധനികൻ ആരെങ്കിലും സ്നേഹിക്കുകയോ ആരാലും സ്നേഹിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. എന്താവശ്യമുണ്ടായാലും ആരും അയാളെ സമീപിക്കുന്നുമില്ല. അയാളുടെ പക്കലുള്ള അമിതമായ സമ്പത്ത് ഗ്രാമമധ്യത്തിൽ പഴുത്തുലഞ്ഞു നിൽക്കുന്ന വിഷവൃക്ഷം പോലെയാണ്. ആർക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദാനശീലരും ദാനനിരതരുമായ ഉത്തമ ധനികന്മാർ ചിലപ്പോൾ ഇല്ലായ്മയിൽ പെട്ടുപോകും. അത് താൽക്കാലികം മാത്രമാണ്. നിരന്തരമായി വർഷിച്ചുകൊണ്ടിരിക്കുക എന്നതാണല്ലോ കൃഷ്ണമേഘങ്ങളുടെ സ്വഭാവം. ചിലപ്പോൾ അവയ്ക്കും വരൾച്ച സംഭവിക്കാം. അപ്പോൾ പെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും. അതും താൽക്കാലികമാണ്. വീണ്ടും അവ ആർദ്രവും ജലനിബിഡവുമാകും, കനക്കെ പെയ്യുകയും ചെയ്യും. അതുപോലെയാണ് സ്വഭാവ ഗുണമാർന്ന ഉത്തമ ധനികന്മാരുടെ അവസ്ഥ. നല്ല കാലം തിരിച്ചു വരുമ്പോൾ അവർ വീണ്ടും സുലഭമായി ദാനം ചെയ്തു തുടങ്ങും. ധർമ്മനിഷ്ഠരായ അവർക്ക് വറുതി ശാശ്വതമല്ല. താൻ പോലും ഉണ്ണാതെയും ഉടുക്കാതെയും ദയനീയാവസ്ഥയിൽ കഴിയുന്ന ബന്ധുമിത്രാദികളെ സഹായിക്കാതെയും അധർമ്മത്തിനുമേൽ അധർമ്മം ചെയ്ത് കുന്നുകുന്നായി കൂട്ടിവെക്കുന്ന സമ്പത്തെല്ലാം താനോ തൻ്റെ സന്തതി പരമ്പകളോ ആയിരിക്കില്ല അനുഭവിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു ബന്ധവുമില്ലാത്ത അന്യന്മാരായിരിക്കും അതെല്ലാം കൊണ്ടുപോകുന്നത്. എല്ലാവരും ഒന്ന് ചിന്തിക്കുക, ഒന്ന് വെറുതെ ആലോചിച്ചു.